ഞാൻ ഇപ്പോൾ സൈക്ലിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 7 വർഷമായി. പക്ഷേ ഞാൻ ഈ ഒരു വർഷമാണ് കറക്റ്റ് ഫോക്കസ് ചെയ്ത് സൈക്ലിംഗ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാനൊരു കോച്ചിൻ്റെ അടുത്ത് കീഴിലാണ് ചെയ്യുന്നത്. മൂപ്പരുടെ പേര് ഫിറോസ്ക. മൂപ്പര് അടിപൊളിയായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷം എനിക്ക് സ്റ്റേറ്റിൽ ഒരു സിൽവർ മെഡൽ വരാൻ സാധിച്ച്. 13 ആൾക്കാരുണ്ടായിരുന്നു റേസിൽ, അതിൽ സെക്കൻഡ് വന്ന്. എൻ്റെ പേര് ഐഫ മെഹറിൻ. ഞാൻ കൽപ്പറ്റ പള്ളിത്തായാണ് താമസിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് മേരീസ് കോളേജ് ബത്തേരി. ഞാൻ ഇപ്പോൾ ഈ 3 വർഷമായിട്ട് നാഷണൽസ് പോകാൻ തുടങ്ങി. പിന്നെ 38ാമത്തെ നാഷണൽ ഗെയിംസിൽ വയനാട്ടിൽ നിന്ന് ഒരാളായിട്ട് പോകാൻ പറ്റി. ആകെ ഒരാളാണ് പോയത്. അതിൽ പോകാൻ പറ്റിയ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ച്. അത് തന്നെ നല്ലൊരു പൊസിഷനിലെത്തി. ടോട്ടൽ 30 പ്ലേയേഴ്സും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതിൽ നല്ലൊരു സ്ഥാനത്തെത്തി. പിന്നെ ഇപ്പം നാഷണൽസിലാണെങ്കിലും ടോപ്പ് 10-ൻ്റെ ഉള്ളിലെത്താൻ പറ്റി. ടൈം ട്രയലാണെങ്കിലും മാസ്റ്റാർട്ടിലാണെങ്കിലും ഇതുവരെ ഒറ്റയ്ക്കുള്ളൊരു ഇതായിരുന്നു. വർക്കൗട്ടും ഫുൾ എല്ലാ കാര്യവും ഒറ്റക്കായിരുന്നു. അതിൽ തന്നെ സ്വന്തം ഒരു എഫേർട്ടിൽ ടോപ്പ് 10-ലെത്താൻ പറ്റി. ഈ ഒരു വർഷം ഞാൻ ഇപ്പോൾ ഒരു കോച്ചിൻ്റെ അടുത്താണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സ്റ്റേറ്റിൽ ഒരു മെഡൽ വന്ന്. പിന്നെ ഇപ്പോൾ പാരൻസിൻ്റെ കാര്യമാണെങ്കിൽ പാരൻസ് നല്ല ഹെൽപ്പാണ്. എൻ്റെ കൂടെ ഇത്രയും കാലം എല്ലാത്തിനും ഉമ്മ എല്ലാ നാഷണൽസിനും എല്ലാ ഇവൻറ്റിനും ഉമ്മ കൂടെ ഉണ്ടാവുകയും നല്ലൊരു സപ്പോർട്ടാണ്. ഓലെല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം സൈക്ലിംഗ് കൊണ്ടുപോയത്. സൈക്ലിംഗ് ഭയങ്കര എക്സ്പെൻസ് ഉള്ളൊരു ഇവൻ്റായിട്ടും പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും കാലം പോയി. ഞാൻ മോൾ ഇതിലിറങ്ങിയ സമയത്ത് ഇതിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല. എന്നാലും പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അതുവരെ ജീവിതത്തിൽ വളരെയധികം ഉപകാരത്തിലേക്ക് ഉള്ള ഒരു കാര്യമായി മാറും എന്നുള്ളത് തോന്നിയപ്പോൾ ഓരോ വർഷവും ആ സമയത്ത് നാഷണൽ പോകാനൊക്കെ ആകുമ്പോൾ അതിനുള്ളൊരു പൈസയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇതിന് നല്ല ചിലവൊക്കെ ആണല്ലോ കൂടുതൽ. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു വിടാനുള്ള സംവിധാനമൊക്കെ എത്തിക്കലുണ്ട്. ഇതുവരെ കിട്ടിയിട്ട് ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റി. മോൾക്ക് നല്ലൊരു സൈക്ലിങ്ങിൽ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സൈക്ലിങ്ങിലേക്ക് ഇറങ്ങിയതാണ്. നല്ലത് ജോബായിട്ടാണ് തോന്നിയത്. പഠിച്ച് നല്ല സാറിൽ ചെയ്യട്ടെ എന്നുള്ള ഇതിലാണ് ഞങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് അവളെന്തോ പറയുന്നതിന് അതിൽ പോകാനും അതിൻ്റെ ബാക്കിൽ നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയും ഞങ്ങൾ എല്ലാ സപ്പോർട്ടും അവർക്ക് ഉണ്ടാവും, മോൾക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും. ഞാൻ ഫസ്റ്റ് സൈക്ലിങ്ങിലേക്ക് കയറിയത് ഇങ്ങനെ ന്യൂസിലൊരു ഇത് കണ്ട് പത്രത്തിലൊരു കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. റേസ് നടക്കുന്നുണ്ട് പറഞ്ഞിട്ട്, പെരുന്തട്ട ഡിസ്ട്രിക്ട് റേസ്. അപ്പം വെറുതെ ഉമ്മ കാണിച്ചു തന്ന് അപ്പം പോയി പങ്കെടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പങ്കെടുത്ത് അതിൽ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി. ഒന്നും അറിയൂലേനു. പക്ഷേ പോയി പങ്കെടുത്ത് പക്ഷെ നാഷണലിലുള്ള അവസരം കിട്ടിയില്ല. എന്നാലും സ്റ്റേറ്റിൽ നല്ല രീതിയിലൊന്ന് ചെയ്ത് അങ്ങനെ വന്ന്. പിന്നെ ഫസ്റ്റ് ഞാൻ അതിന് സൈക്കിൾ യൂസ് ചെയ്തത് ഞങ്ങൾ അറിയുന്ന ഒരു ചേട്ടനുണ്ട്. എല്ലാ കാര്യത്തിലും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ദീപു എന്നാണ് പേര്. ഞാൻ ദീപു ചേട്ടാന്ന് വിളിക്കും. മൂപ്പര സൈക്കിളും കൊണ്ട് പോയി പെർഫോമൻസ് ചെയ്ത് അങ്ങനെ സ്റ്റേറ്റിലേക്ക് കിട്ടി. ഞാനിങ്ങനെ കട്ടിങ് കണ്ടിട്ട് അടുത്തുള്ള ദീപു ചേട്ടൻ്റെ സൈക്കിൾ വാങ്ങി പോയി. മൂപ്പര് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മൂപ്പരെ ഹെൽപ്പിൽ ആ സൈക്കിൾ കിട്ടി. അവിടെ പോയി സ്റ്റേറ്റിൽ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. മൂപ്പര് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റോഡിയോൻ്റെ ഒരു ഗിയറുള്ള സൈക്കിളായിരുന്നു. അത് യൂസ് ചെയ്ത് പോയി. പിന്നെ അതിൻ്റെ ശേഷം ചന്ദ്രൻ സാർ വഴി ഞാൻ ഒരു കുട്ടീനെ പരിചയപ്പെട്ട്, നിയ എന്ന് പറഞ്ഞിട്ടുള്ള. ഓളാണെങ്കിലും ഓളെ ഫാമിലിയിലും ഭയങ്കര ഹെൽപ്പാണ്. ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തത് ഓല സൈക്കിളാണ്. പിന്നെ ഇപ്പോൾ നാഷണൽ ഗെയിംസ് കിട്ടിയപ്പം എല്ലാവരും ഒരു ഹെൽപ്പിൽ ഞാനൊരു നല്ലൊരു സൈക്കിൾ വാങ്ങി. അതുകൊണ്ടാണ് ഞാൻ നാഷണൽ ഗെയിംസ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. നീയൻ്റെ ഫാമിലിനോടെല്ലാം എന്താ പറയുക, പറയാൻ ഇനി ഒന്നുമില്ല. കാരണം ഓലെല്ലാം ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഇതിലെത്തിയത്. പിന്നെ സ്വന്തമായിട്ട് ഇവള് പിന്നെ ഒരു കോച്ചിൻ്റെ കീഴിൽ അല്ലെങ്കിലും സ്വന്തമായിട്ടൊരു പ്രാക്ടീസ് ചെയ്ത് 10, 20, 28 ആളെ കൂടെയൊക്കെ ചിലപ്പോൾ മത്സരിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഒരു ടോപ്പ് 10 ഒരു സ്ഥാനത്ത് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നല്ല ഒരു കോച്ചിങ് ട്രെയിനിങ്ങൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് അതിലേക്ക് മെനക്കെട്ട് ചെയ്യലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു കാര്യമൊക്കെ നടന്നു കിട്ടി. ഇപ്പം എൻ്റെ ഇത്രയും കാലത്തെ ജേണിയിൽ ഇവലിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും എപ്പം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഉമ്മച്ചി ആണെങ്കിൽ തന്നെ സ്റ്റേറ്റിൽ ഉമ്മച്ചി വരല്ല, പക്ഷെ നാഷണൽസ് എപ്പം ഉമ്മച്ചീൻ്റെ കൂടെ ഉണ്ടാവും. എന്നിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തരും, ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് MTB ആണ്. MTB തന്നെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. റോഡിൽ ഇടയ്ക്ക് പോയി ഇങ്ങനെ മത്സരിക്കും, പക്ഷെ അതിലൊന്നും വലിയൊരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. MTBയിൽ ഇപ്പം നാഷണൽ ഗെയിംസ് അങ്ങനെ കുറേ ഇത് കിട്ടി. പിന്നെ അസോസിയേഷൻ ആണെങ്കിൽ അസോസിയേഷൻ്റെ എല്ലാവരും നല്ല ഹെൽപ്പാണ്. സുബൈർക്ക, സലീംക്ക എല്ലാവരും എന്ത് കാര്യം പറഞ്ഞാലും നമുക്കത് ഒരു വേം ചെയ്തു തരും. എല്ലാ കാര്യങ്ങളും അടിപൊളിയായി നടത്തി തരുമല്ലോ പറയുന്നത്. അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഹെൽപ്പ് ഇത്രയും കാലം ഉണ്ടായി. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോക്ക്. കാരണം ഗേൾസിന് കുറേ ഇതുണ്ടല്ലോ, ഈ ഒറ്റയ്ക്ക് പല സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാരോട് ചോദിച്ച് ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിക്ക്. അപ്പം പിന്നെ ഫിറോസ് ഖാൻ്റെ ഇതിലാണ് ഇപ്പം വർക്കൗട്ട് എടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മൂപ്പര് ഡെയിലി വർക്കൗട്ട് പ്ലാൻ അയച്ചു തരും, 1 മണിക്കൂർ. പിന്നെ ലീവുള്ള ദിവസം 4 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയെല്ലാം മൂപ്പര് തരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം മസിൽ റിക്കവറിക്കുള്ള കുറേ വർക്കൗട്ടുകൾ ഉണ്ടാവും, അതെല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പഠനം ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഞാൻ അങ്ങനെ കോളേജിൽ എനിക്ക് എപ്പം പോകാനൊന്നും പറ്റലില്ല. അപ്പം ടീച്ചേഴ്സെല്ലാം അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. ഈ വർക്കൗട്ടെല്ലാം ഉള്ളതുകൊണ്ട് പോകാൻ പറ്റലില്ല, എന്നാലും പഠിക്കും. വർക്കൗട്ട് എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്നുണ്ട്. താരങ്ങൾ പറഞ്ഞാൽ ഫിറോസ്ക, പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള വയനാട്ടുകാർ തന്നെ ഉണ്ട് കുറേ ആൾക്കാർ. ജുനൈദ്, റോഷൻ, ഷംലിൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓലെല്ലാം ആണ് നമുക്കൊരു മോട്ടിവേഷൻ. ഈ പ്രാവശ്യം എനിക്കൊരു മെഡൽ അടിക്കണം, നല്ലൊരു ജോലി വാങ്ങണം, പാരൻസ് എല്ലാവരെയും ഒന്ന് ഇത്രയും കാലം നിന്ന് എല്ലാവരെയും ഒന്ന് ഇതാക്കണം. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ഡൗൺ ഹില്ല് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അപ്പം അതങ്ങനെ ഇതായി. ഇറങ്ങിയാലൊരു മെഡൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ നന്നായി കഷ്ടപ്പെട്ടിക്ക്. അപ്പോൾ ഈ പ്രാവശ്യം റിലേയിൽ കേരളത്തിനൊരു മെഡൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയും ഉറപ്പുമുണ്ട്. മോന് ഇതിലേക്ക് ഇറങ്ങണം എന്നൊരു താല്പര്യമുണ്ട്, സൈക്ലിങ്ങിലേക്ക്. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള താല്പര്യമുണ്ട്. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട് ചെയ്ത് ഉഷാറാക്കാൻ നല്ല പരിപാടിയിലാണ് പോകുന്നത്. 5ാം ക്ലാസ് വരെ ഞാനിവിടെ ഒരു താരമായിരുന്നു. പുരയിൽ കുറേ മെഡലും വാരിക്കൂട്ടി വരുമായിരുന്നു പഠിത്തത്തിൻ്റെ ഒരു ഇതിൽ. ആ സമയത്ത് ഇവള് കടന്നിട്ട് അസൂയപ്പെടുത്ത ഞാൻ പലപ്പോഴും കാണലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നോക്കാമെന്ന് തുടങ്ങിയപ്പോൾ ഇവള് പണങ്ങോട് സ്കൂൾക്ക് മാറി. പിന്നെ ഇവള് ഫുള്ള് സ്പോർട്സിൻ്റെ ഇതിലേക്ക് മാറാൻ തുടങ്ങി. പിന്നെ ഞാൻ പതുക്കെ വലിയാനും തുടങ്ങി. അതോടെ പിന്നെ ഐഫ എന്താവാൻ തുടങ്ങി, ഓളും മെഡൽ വാരിക്കൂട്ടി വരാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനും തുടങ്ങി. പിന്നെ വാരിക്കൂട്ടി ലാസ്റ്റ് ആ സിബ്ലിങ്സിൻ്റെ നടുവിലുണ്ടാകുന്ന ആ ഒരു അസൂയ എനിക്കും ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ അസൂയ അങ്ങനെ കണ്ട് തയമ്പിച്ച് ഇപ്പം അത് ഒന്നും ഇല്ലാണ്ടായിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ് മീറ്റ് ഞാൻ പങ്കെടുത്തു ഇവിടെ. അതിലൊരു ടോപ്പ് 10 കിട്ടേണ്ടതായിരുന്നു, കറക്റ്റ് പഞ്ചർ കിട്ടി. പിന്നെ അത് വെച്ചിട്ട് ഓടിയൊക്കെ ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാനും ചെറുതായിട്ട് ആ ഒരു രീതിയിലേക്ക് നോക്കുന്നുണ്ട്. ഇനി ഒരു 5 ഡേയ്സിൻ്റെ പ്രാക്ടീസ് കൊണ്ടാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടെ. അപ്പോൾ ചെറിയ രീതിയിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് എന്നെ തന്നെ ഉണ്ട്. ഇനി ആയി വരട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ചേച്ചി ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നാഷണൽ മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. MTBൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ തന്നെ മൗണ്ടൻ ടെറൈൻ ബൈക്കിംഗ് ആണ്. അപ്പോൾ അതിൽ ഇവൻറ്റ് വരുന്നത് മാസ് സ്റ്റാർട്ട് ഉണ്ട്, ടൈം ട്രയൽ ഉണ്ട്, റിലേ വരുന്നുണ്ട്. റിലേ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ ഇപ്പം കേരളത്തിൽ കൊണ്ടുവന്നത് സ്റ്റേറ്റിൽ ഫസ്റ്റ് സെക്കൻഡ് കൊണ്ടുപോയ ആൾക്കാർക്ക് അവിടെ ബോയ്സിനും ഗേൾസിനും റിലേയിൽ ഇറങ്ങാം. പക്ഷേ ഈ കൊല്ലം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്ന ഗേൾസിനും ബോയ്സിനും ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ട്. പിന്നെ ഇപ്പം ടൈം ട്രയലാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് വന്ന ആൾക്കാർ, മാസ് സ്റ്റാർട്ടിൽ പൊതുവെ ഇപ്പോൾ കേരളത്തിൽ 6 ആൾക്കാരാണ് എന്താണ് നാഷണൽസ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ 6 ആൾക്കാർക്കും മാസ് സ്റ്റാർട്ടിൽ ഇറങ്ങാൻ പറ്റും. ടോട്ടൽ 30 പാർട്ടിസിപ്പൻസ് എല്ലാം ആണ് ഉണ്ടാവുക. അതിലാണ് ഞാൻ ടോപ്പ് 10 എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരു പൊസിഷനാണ് ആ ടോപ്പ് 10. അത് 30 കിലോമീറ്ററെല്ലാം ആയിരിക്കും ആ ട്രാക്കിൻ്റെ ലെങ്ത്തിൽ വരുന്നത്. അത് 8 ലാപ്പ് 8-7 ലാപ്പ് ഉണ്ടാവും. അത് ഫുൾ കംപ്ലീറ്റ് ആക്കണം, അങ്ങനെയെല്ലാം വരുന്നത്.
സൈക്ലിംഗ് ഇതിലേക്ക് ഇപ്പോൾ വരാനുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സൈക്ലിംഗ് ഭയങ്കര എക്സ്പെൻസ് ആയ ഒരു ഗെയിമാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഞങ്ങൾക്കെല്ലാം കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ സ്പോൺസേഴ്സിനെ അന്വേഷിച്ച് കുറേ പോയി, പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും ആരുടെ അടുത്തുനിന്നും ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കുട്ടിക്ക് ഇപ്പം ചെയ്തു കൊടുത്താൽ ഓൾക്ക് കുറേ ഉപകാരങ്ങളാവും. ഈ ബാക്കിയുള്ളവരിടത്തും ഭയങ്കര എക്സ്പെൻസ് ആയ സാധനങ്ങളാണ് ഉള്ളത്. നമ്മൾ ഈ ഉള്ളയിൽ വെച്ചിട്ട് എത്ര ബെസ്റ്റ് പെർഫോമൻസ് എല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നത്. ഉള്ള സാധനം വെച്ച് ടോപ്പ് 10 എത്തുക എന്ന് പറയുമ്പം അതിനൊരു എന്താ പറയുക, അതിനൊരു ഇതന്നെ വേണം. പിന്നെ ഇപ്പോൾ നാഷണൽ ഗെയിംസ് കിട്ടി, അതെല്ലാം കഷ്ടപ്പാട് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എത്രത്തോളം ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരിത് മനസ്സിലാവുന്നില്ല. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം ഫോഴ്സിൽ കയറുന്നതെന്നാണ്. ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും ഒരു മെഡൽ വാങ്ങി നല്ലൊരു ജോലി സെറ്റാക്കി എനിക്കൊരു അടിപൊളി സൈക്കിൾ എടുക്കണം, എന്നിട്ട് എൻ്റെ സൈക്ലിംഗ് എന്നുള്ള പാഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ ഇനി ഒരു മെഡൽ വാങ്ങാൻ നോക്കണം, അതെല്ലാമാണ് പ്ലാൻ.